ആയിരം സിനിമ അല്ലാണ്ട് ഇവിടെ സിനിമയില്ല ചേച്ചി മലയാളത്തില്. ഇവിടെ പാവപ്പെട്ടവന് പടയതാണ് ഇവിടെ. കേരളത്തില് ഈ ജാതിയുടെ പേര് പറഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ഒരേ ഒരു വ്യക്തി, ഈ സകല ഏത് ഇന്റർവ്യൂ എടുത്താലും അതിനകത്ത് ജാതി 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 എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ട് അതിനകത്ത് എപ്പോഴും ഇങ്ങനത്തെ ആ ഒരു താഴ്ന്ന ജാതി ഉള്ള ആൾക്കാരെയാണ് എപ്പോഴും ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, മാടയാണ് കോടയാണെന്നും പറഞ്ഞിട്ട് എപ്പോഴും പറയുന്നു. ഈ ജാതി വെറി കൊണ്ട് നടക്കുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നു എന്ന് വെച്ചാൽ യൂസ് ചെയ്ത് ഈ ഒരു ജാതിയുടെ പ്രശ്നം ഇവിടെ ഉണ്ട്, ജാതിയാണ് ഏറ്റവും വലുതെന്ന് തീർക്കുന്ന ഒരാളെ അവർ യൂസ് ചെയ്യുന്നത് ചിലപ്പോൾ ഈ വേടനെ കൊണ്ടായിരിക്കാം. ഞാനൊരു കാര്യം പറയട്ടെ, ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും കൂടുതൽ സർക്കാർ ഉദ്യോഗസ്ഥരും പിന്നെ അത് കണക്ക് തന്നെ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ കിട്ടുന്നതും പിന്നെ ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുക്കുന്നതും ഈ പറഞ്ഞ താഴ്ന്ന ജാതിക്കാ. നോക്കിയാൽ മതി, SC ST വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കാണ് കൂടുതലും ഈ മുൻഗണനയും പിന്നെ അവർക്ക് ഏജ് റിലാക്സേഷൻ അങ്ങനത്തെ കാര്യങ്ങളും ബാക്കിയുള്ള ഈ ആനുകൂല്യങ്ങൾ മൊത്തം കിട്ടുന്നത് ഇവർക്കാണ്. പിന്നെ ഇവൻ എന്തിനായിരുന്നു ഈ ജാതി 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 എന്ന് പറയുന്നത് എനിക്ക് അറിയാൻ വയ്യ സത്യം പറഞ്ഞാൽ. ഈ ഒരു ഇടയ്ക്ക് ഈ ഒരു നീറ്റിന്റെ ഒരു സംഭവം നടന്നപ്പോഴാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഇവനെ നല്ലോണം മനസ്സിലാക്കാൻ പറ്റിയത്. കാരണം വേടന്റെ ഒരു റീൽ എടുത്തപ്പോൾ തന്നെ ഇവന്റെ ജാതി എന്ന് പറഞ്ഞ് ജാതിയിൽ ഏറ്റവും ഈ കേരളത്തിൽ ജാതി പറഞ്ഞ് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്ന ഒരേ ഒരു വ്യക്തി എന്ന് പറഞ്ഞിട്ടാണ് അവന്റെ റീൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അതേ കണക്ക് തന്നെ പിന്നെ ഈ പറഞ്ഞ ഈ ഡയലോഗ് മലയാള സിനിമയല്ല നായന്മാരുടെ സിനിമയാണ്. അത് നിനക്ക് ഞാൻ എന്തിനു പറയാം, ഉളുപ്പുണ്ടോടാ? നായന്മാരുടെ സിനിമയാണെന്ന്. നായന്മാർക്ക് മാത്രമേ ഇവിടെ സിനിമയുള്ളൂ. ഇവിടെ നമ്മളൊക്കെ സിനിമ കാണുന്ന സമയത്ത് നായന്മാരെന്നോ ജാതിയെന്നോ മതമെന്നോ നോക്കാതെയൊക്കെയാണ് നമ്മൾ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ പല സിനിമകളിലൂടെ കാണിച്ചു തരാറുണ്ട് ജാതിയുടെ പേരിൽ നടക്കുന്നതും മതങ്ങളുടെ പേരിൽ നടക്കുന്നതും ഇവിടുത്തെ സൊസൈറ്റി നടക്കുന്ന പല കാര്യങ്ങളും വെച്ച് ആ ഒരു കാര്യങ്ങൾ വെച്ചിട്ടാണ് പല സിനിമകളും ഇവിടെ ഇറങ്ങണത്. മനസ്സിലായോ? അല്ലാതെ നമ്മൾ അതിന്റെ പുറകെ ചിന്തിക്കത്തില്ല. നായന്മാരുണ്ടാക്കിയ സിനിമയാണ്, കാണണ്ട. നായന്മാരെന്തോ നിന്നെ പിടിച്ച് തിന്നോ? എടാ ഇതൊക്കെ അങ്ങ് നൂറ്റാണ്ട് പഴക്കം. നീയൊക്കെ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്? സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇവനൊക്കെ നല്ല രീതിയിൽ എവിടുന്നോ നല്ല രീതിയിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫണ്ട് കുറച്ച് കിട്ടുന്നുണ്ട്. ഒന്നല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയാൻ പറ്റത്തുള്ളൂ. ഫണ്ട് എന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെ പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇവൻ പാടുന്ന പാട്ടുകൾ ഓരോ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അത് ജാതി വെച്ചിട്ട് മാത്രമാണ് ഈ ഒരു വ്യക്തി വേടെന്ന് പറയുന്ന ഈ ഒരു വ്യക്തി പറയുന്നത്. ജാതി പറയാനാണെങ്കിൽ ഞാൻ പറയാം, നമ്മളെ SSLC സർട്ടിഫിക്കറ്റ് എടുത്താലും നമ്മളെ +2 സർട്ടിഫിക്കറ്റ് എടുത്താലും ഏതെടുത്താലും അതിനകത്ത് ജാതി ഉണ്ടറാ. എടാ ഈഴവയാണെങ്കിൽ ഈഴവ, ജനറൽ കമ്മ്യൂണിറ്റി ആണെങ്കിൽ ജനറൽ, SC കമ്മ്യൂണിറ്റി എല്ലാം അതിനകത്ത് എഴുതിയിട്ടുണ്ട്. നീ ഒരു കാര്യം ചെയ്യും, ഇത് മാറ്റാനായിട്ട് അതിനെതിരെ പ്രതികരിക്കുക. അപ്പൊ ഈ ഒരു ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും കൂടുതൽ മുൻഗണന ഇടുന്നത് ഈ താഴ്ന്ന ജാതിക്കാന്നുള്ള കാര്യം സത്യം പറഞ്ഞാൽ ഈ വേടൻ അറിയത്തില്ല എന്നേ എനിക്ക് പറയാനുള്ളൂ. അപ്പൊ ഇതിനകത്ത് കണ്ടില്ലേ, ശ്രീലക്ഷ്മി അറക്കൽ മുദ്രാവാക്യം ഫോണിൽ നോക്കിയാണ് പറയുന്നത്. ബാക്കിൽ ഒരു പടം കണ്ടോ, അംബേദ്കർ ഫോട്ടോ വെച്ചിട്ടാണ് ഇവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. നീറ്റ് എന്തുവെന്ന് പോലും അറിയാവോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. അതിനകത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ എന്തോന്ന് പോലും അറിയത്തില്ല. എന്തോന്ന് അറിയാൻ വയ്യ, സ്വാഭാവികമായിട്ടും എനിക്ക് അറിയാൻ വയ്യ. ഇതിനകത്ത് ഇനി ജാതി കുത്തിത്തിരിക്കിട്ടാന്ന് തോന്നുന്നു ഈ ഒരു പുള്ളി ഇതിനു വേണ്ടി ഇറങ്ങിയെന്നാണ് എൻ്റെ ബലമായൊരു സംശയം. വേണമെങ്കിൽ അതിനെ വെച്ച് എന്നൊരു ഇന്റർവ്യൂ എടുത്താലും അതിനകത്തും പറയായിരിക്കും ജാതിയുടെ ഇത് കൊണ്ടാണ് ജാതിയുടെ ഇത് കൊണ്ടാണ് നീറ്റ് പരീക്ഷ എഴുതാൻ പറ്റാത്തതെന്ന് ചിലപ്പോൾ പറഞ്ഞു കളയും. ആ ഒരു മൈൻഡ് സെറ്റിലുള്ള ഒരാളാണ്, എന്തോ രക്തത്തിൽ കൂടെ ഓടുന്ന ആ ഒരു സാധനമാണ് എനിക്ക് തോന്നുന്നത്. അതൊക്കെയാണെന്നാണ് തോന്നുന്നത്. വേടൻ നടത്തിയ ഒരു പരിപാടിക്ക് നമ്മൾ കൊച്ചിയിൽ ഈ നീറ്റിന്റെ ഇതിന്റെ സപ്പോർട്ടേഴ്സായിട്ടൊക്കെ വന്നിട്ട് അത് പച്ച തെറി വരെ വിളിക്കുന്നുണ്ടാ. വാ തോളോട് തോൾ ചേർന്ന് പോരാടിടാം, തീയായിടാം, അതിർത്തികൾ തകർത്തിടാൻ. വാ വീണാൻ എരി നക്ഷത്രമായി വീണിടാം, മടങ്ങിയാൽ തോളോട് തോൾ ചേർന്ന് കഞ്ചാവ് വലിച്ചിടാം. വാ തോളോട് തോൾ ചേർന്ന് MDMA വലിച്ചിടാം. വാ അടിച്ചു പറന്നിടാം, അടിച്ച് തീയായിടാം, പുകച്ച് കഞ്ചാവായിടാം. വാ എല്ലാ കഞ്ചാവോളികളും വാ. പൂടൻ ഇറങ്ങിയിട്ടുണ്ട്. അല്ലടാ പൂട, എത്ര നാൾ എവിടെയായിരുന്നു? ഈ ജീവനോടുണ്ടായിരുന്ന ഇതിന്റെ ലാസ്റ്റ് കണ്ടത് എപ്പോഴായിരുന്നു? ഇലക്ഷൻ സമയത്ത് പത്തനാപുരത്ത് ഉണ്ടായിരുന്നു. നമ്മളവിടെ ഗണേശേട്ടനെ തോപ്പിക്കാൻ വന്നിട്ട് പോയ പോക്ക.
അത് ശരിയാ. ലാസ്റ്റ് സമയത്ത് പത്തനാപുരത്ത് ഗണേശ് സാറിന്റെ കൂടെ വന്ന് കണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് കണ്ടില്ല. അപ്പം പറയാൻ വന്ന കാര്യം എന്ന് വെച്ചാല് നീറ്റ് മാത്രമല്ല, നമ്മളവിടെ PSC എഴുതിയിട്ട് കുറെ ആൾക്കാരൊക്കെ നിൽപ്പുണ്ട്. കുറെ ആൾക്കാർ മണ്ണ് വാരി തിന്നും അവര് റാങ്ക് ലിസ്റ്റ് ഉണ്ടായിട്ട് പോലും ജോലി കിട്ടാത്ത കുറെ ആൾക്കാരോട് ഉണ്ട്. പിന്നെ അതണക്ക് തന്നെ വേണം കേൾക്കാൻ വേണ്ടി പറയാം. പിന്നെ അതണക്ക് തന്നെ ആശാ വർക്കർമാര് മുടി മുറിച്ചിട്ട് പ്രതിഷേധിച്ചു. സ്ത്രീകൾ മുടി മുറിച്ചിട്ട് പ്രതിഷേധിച്ച കുറെ സ്ത്രീകൾ ഉണ്ട്. ഇവരെയൊക്കെ ഒന്ന് പരിഗണിക്കാം. യൂത്ത് എന്ന് പറയുമ്പോഴേ തന്നെ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാ. പിന്നെ അവനെ കണ്ടിട്ടില്ല. എടാ മക്കളെ, അത് കഴിഞ്ഞ് കേരളത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ നടന്നു നീ എല്ലാം അറിഞ്ഞാ? ഇതൊക്കെ സമരം നടന്നു. എവിടെയായിരുന്നു നീ? PSC ഉദ്യോഗാർത്ഥികള് മുട്ടിലഴിഞ്ഞ് സമരം ചെയ്തു, ചൈന പ്രദർശനം ചെയ്ത് സമരം ചെയ്തു, മണ്ണ് വാരി തിന്ന് സമരം ചെയ്തു. അപ്പോഴൊക്കെ വേടാൻ പൂടാ നീ എവിടെയായിരുന്നു? അപ്പൊ നിന്റെ വായിൽ നീ എന്താ അപ്പൊ പാട്ടും കൊണ്ട് ഇറങ്ങാൻ ചെയ്തത്? അപ്പൊ നിന്റെ വായിൽ പഴമായിരുന്നാടേ? അന്നേരം നിനക്ക് പാട്ടും പറയൊന്നും ഇല്ലായിരുന്നല്ലേ? ഇപ്പൊ അവ ഇറങ്ങിയേക്കുന്ന വാളത്തേക്കട വാ കഞ്ചാവ് അടിച്ചിടാ, വാ MDMA മുമ്പിടാ, വാ എല്ലാ കഞ്ചാവോളികളും വാ 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 ഊളിപ്പൊണ്ടാനൊക്കെ. കേന്ദ്രത്തിൽ മാത്രമേ അവനൊക്കെ പാട്ടും സമരവും പ്രതിഷേധവും പ്രതികരണവും ഉള്ളൂ. കേരളത്തിൽ എന്ത് തന്തയിലാത്രം നടന്നാലും അപ്പൊ അവന്റെ വായിൽ പഴം കയറും. പാട്ടും ഇല്ലൊരു പറയില്ല. പോയി ചത്തുറാനൊക്കെ. അപ്പൊ ഈ പറഞ്ഞ കണക്ക് കേന്ദ്രത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വരുമ്പോഴത്തേന് ഇവിടുന്ന് പൊക്കി പിടിച്ചോണ്ട് പോകും. കേരളത്തിൽ ഇടങ്ങുമ്പോഴത്തേന് ആർക്കും ഇല്ല. നമ്മൾ അറിഞ്ഞിട്ടില്ല, കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല എന്നുള്ള രീതിയിലാണ് ഇങ്ങനത്തെ ആൾക്കാരൊക്കെ നിൽക്കുന്നത്. നമ്മൾ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്ന വർണ്ണക്കാര്, ഇന്ന ജാതിക്കാര്, ഇന്ന മതക്കാര്, അവർ തമ്മിൽ അങ്ങനെ ആയിരുന്നു, അവരെ എങ്ങനെയായിരുന്നു കണ്ടെന്നൊക്കെ പറഞ്ഞു. 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റിനകത്ത് ഈഴവ, ജനറൽ കാറ്റഗറി, SC ST എന്ന് പറഞ്ഞിരുന്നു. അത് മാറ്റാൻ പറ്റുമോ നിനക്കൊക്കെ? നീ അല്ലാതെ ഇവിടെ പറഞ്ഞ ഓരോ നയന്മാരാണ് ഈ ജാതി ബാക്കിയുള്ളവരെ പറയാതെ മൊത്തത്തിൽ അങ്ങ് മാറ്റണം. അത് പറ്റത്തില്ല. സ്വന്തം കാര്യം വരുമ്പോഴത്തേന് സിന്ദാബാദ്. അതാ അവസ്ഥ. പിന്നെ ഇതേപോലെ തന്നെ PSCക്കകത്ത് കുറെ ആൾക്കാർ നമ്മളെ സെക്രട്ടേറിയറ്റിന്റെ ഫ്രണ്ടിൽ കുറേ ദിവസങ്ങളോളം മണ്ണ് വാരി തിന്ന് പ്രതിഷേധിച്ചിട്ടുണ്ട്. അതും യൂത്താണ്. അതിലും ഉണ്ട് യൂത്ത്. കൊച്ചു പെൺപിള്ളേരുൾപ്പെടെ ഉണ്ട്, ചെറുപ്പക്കാരുൾപ്പെടെ ഉണ്ട്. അവിടെ PSC റാങ്ക് ലിസ്റ്റ് വന്നിട്ട് പോലും അവർക്ക് നിയമനം ആയിട്ടില്ല ഇതുവരെ. അതിനൊക്കെ എന്താ പ്രതിഷേധിക്കാത്ത? അന്നേരം എവിടെ പോയിരുന്നു? ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിനക്ക് അറിഞ്ഞൂടെ അതിനകത്ത് എന്തോരം ആൾക്കാരായിരിക്കുന്നത്? അതിനകത്ത് എല്ലാ മതത്തിൽപ്പെട്ട ആൾക്കാരും ഇരിപ്പുണ്ട്, എല്ലാ ജാതിയിൽപ്പെട്ട ആൾക്കാരും അതിനകത്ത് ഇരിപ്പുണ്ട്. കാണുമ്പോൾ അറിയാം. കൈക്കുഞ്ഞിനെ വരെ കൊണ്ടുവന്നിരുന്ന് പ്രതിഷേധിക്കുന്ന ആൾക്കാർ അതിനകത്തുണ്ട്. നീയൊക്കെ എന്താ അതിനകത്ത് പ്രതിഷേധിക്കാത്ത? എന്ത് പറ്റി? എന്ത് പറ്റി? എന്തേ ഈ ഗവൺമെന്റ് മാറി വന്നപ്പോഴത്തേന് എന്തോ ചാഞ്ചാട്ടം ഉണ്ടായിരുന്നോ? ചാഞ്ചാടി പോയോ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാട്ടം? എടാ നീ ഇതൊക്കെ ഒന്ന് കാണും. ഇങ്ങനെ പോകുന്ന ആൾക്കാർ ഇതൊക്കെ ഒന്ന് കാണണം. രാപ്പകലില്ല, ഇരുളു വെളിവില്ലാതിരുന്ന് കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ച് ക്ലാസ്സിനും പോയി ജോലിക്കും പോയി വീട്ടിലെ കൊച്ചുങ്ങളെ നോക്കി വീട്ടുകാരെ നോക്കിയിരിക്കുന്ന കുറെ അമ്മമാരും കുറെ ചേച്ചിമാരും ഉണ്ട്. അത് കണക്ക് തന്നെ ഈ പാർട്ട് ടൈം ജോലിക്ക് പോയിട്ട് പല രീതിയിലുള്ള പണിക്കും പോയിട്ടിരുന്ന് പഠിച്ചു വരുന്ന പല പിള്ളേരും ഉണ്ട്. ചെറുപ്പക്കാരായിട്ടുള്ള ആണുങ്ങളും ഉണ്ട്, പെണ്ണുങ്ങളും ഉണ്ട്. ഇവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്താ പ്രതിഷേധിക്കാത്ത? ഒരു കാര്യമില്ലാത്ത ഏതോ ഒരു കോക്രോച്ച് ജനതാ പാർട്ടി, ഏതോ ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ട് അവന്മാരിപ്പം കൈ മടക്കി അവന്മാരെ പാട് നോക്കിപ്പോയി. ഇതിനൊക്കെ എന്താ നീയൊക്കെ എന്താ പ്രതികരിക്കാത്ത? അപ്പൊ നിനക്കൊക്കെ വൺ സൈഡ് ലവ് എന്ന് പറയുന്ന നിനക്ക് ഒരു പാർട്ടിക്കാര് ഭരിക്കാൻ പറഞ്ഞപ്പോഴത്തേന് ഇവനെ ആര് സപ്പോർട്ട് ചെയ്യുന്നോ അവരുടെ മാത്രമേ ഇവൻ നിൽക്കത്തുള്ളൂ. എന്ത് തോന്നിയ ദിവസം കാണിച്ചാലും ശരി അവരുടെ കൂടെ നിൽക്കത്തുള്ളൂ. എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഈ ഒരു കാര്യം മാത്രമാണ്. ഈ ഒരു ഭരണം മാറിയപ്പോഴും അന്നേരം സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇപ്പോഴും സമരം ചെയ്തുകൊണ്ടിരിക്കുക. ഇതൊരു തീരുമാനം ഉണ്ടായിട്ടില്ല ഇതുവരെയും. എന്തുകൊണ്ട് തിരുവനന്തപുരത്തോട്ട് പൊക്കൂടെ?
നിനക്ക് ഇവിടുന്ന് പൊക്കി പിടിച്ച് ഡൽഹി വരെ പോവാമല്ലോ, കല്ലേറും അടിയും ഇടിയും ബഹളവും ഇങ്ങനൊക്കെയുള്ള ഓരോ ഇതുണ്ടാക്കാൻ. അതെന്തായാലും പോയിട്ടുണ്ട്. അതെന്തായാലും അതിനകത്ത് കുറെ ആൾക്കാരെ ഭാവി അങ്ങ് പോയിട്ടുണ്ട്, കുറെ പിള്ളേരെ. ഇതാണ് അവസ്ഥ, മണ്ണ് വാരി തിന്നേണ്ട അവസ്ഥ. ഇവർക്കൊക്കെ വേണ്ടിയിട്ടാ നിങ്ങളൊക്കെ സത്യം പറഞ്ഞാ പ്രതിഷേധിക്കേണ്ടത്. അല്ലാതെ ജാതിയും പറഞ്ഞ് അല്ലാതെ ഒരു കാര്യമില്ലാത്ത കാര്യത്തിനല്ല പോയി പ്രതിഷേധിക്കേണ്ടത്. അപ്പൊ ഗൈസ്, ഞാൻ ഒരു വേടന്റെ ഒരു പോസ്റ്റ് കാണിച്ചു തരാം. വേണ്ട, വേടൻ പറഞ്ഞിരിക്കുന്ന ഈ കാര്യമാണ്. പുതിയ സർക്കാർ വന്നപ്പോഴത്തേനും അവർക്ക് കുറച്ച് സമയം കൊടുക്കണം ഇതൊക്കെ ഒന്ന് സെറ്റ് ആക്കാനായിട്ട്. അതെന്തോ പുതിയ സർക്കാർ വന്നപ്പം പഴയ സർക്കാർ ഇരുന്നപ്പോ എന്തായിരുന്നു? പഴയ സർക്കാർ ഇരുന്നപ്പോ എന്തോ എവിടെ പോയിരുന്നു? ചാച്ചിയാ ഉറക്കത്തിലായിരുന്നില്ലേ? അത് മാത്രമല്ല, ഇവിടുത്തെ കുറെ സെലിബ്രിറ്റീസും കുറെ ഇൻഫ്ലുവൻസേഴ്സും വലിയ 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 ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ നീറ്റിന് വേണ്ടിയിട്ട് പ്രതിഷേധിച്ചിട്ടിരിക്കുക. ഇവിടെ ഇവിടെ 5-6 മാസമായിട്ട് കിടന്ന് മണ്ണ് വാരി തിന്നുകൊണ്ടിരിക്കുന്നവരെയൊന്നും സപ്പോർട്ട് ചെയ്യാനൊന്നും ആരുമില്ല. അമ്മാതിരി ആൾക്കാരുള്ള ടീമാണ് നമ്മുടെ കേരളത്തിലെ സെലിബ്രിറ്റീസും കുറെ ഇൻഫ്ലുവൻസേഴ്സും ഒക്കെ. അവർക്ക് വേണ്ടിയൊന്നും സംസാരിക്കാൻ സമയമില്ല, ഒരൊറ്റ വാക്കുപോലും സംസാരിക്കാൻ സമയമില്ല. ഇൻഫ്ലുവൻസ് ചെയ്ത് അവരെ എന്തായാലും ഒരു വഴിക്ക് ആക്കിയിട്ടുണ്ട്. നീറ്റിലെ ആ പിള്ളേർക്ക് എന്തായാലും എക്സാമും കാര്യങ്ങളൊക്കെ എഴുതിയെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരെ കാര്യം പോയി എന്നാണ് തോന്നുന്നത്. ഞാൻ കഴിഞ്ഞൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാ തരത്തിലും ആൾക്കാരുണ്ട്, അതിനകത്ത് ജാതി മതമൊന്നും ഇല്ലടോ. ചുമ്മാ എന്തുവാണ് നിങ്ങൾ ഈ ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ കുത്തിവിടേണ്ട ഒരു കാര്യമില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അടുത്തൊരു വീഡിയോ കാണുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.